ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്നൊന്ന് മാറി നിന്നിട്ട് ഫുഡ് അടിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ ഞാൻ ചെറിയൊരു ബാഗുമായിട്ട് വീട് വിട്ടിറങ്ങി. താമസിച്ചത് എവിടെയാണെന്നും താമസമെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞൊരാൾക്ക് അതിൻ്റെ ഇടക്ക് ഈ ബിരിയാണി ഒന്ന് കഴിക്കട്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇപ്പം സമയം ഉച്ചക്കൊരു 1:45 2 മണി ആയിട്ടുണ്ടാവും. ലഞ്ചിനിടെ നല്ല ലഗോൺ ചിക്കൻ ബിരിയാണിയായിരുന്നു. 2 പീസ് ചിക്കനാണ് ഉണ്ടായത്. ഒന്ന് ലെഗ് പീസ് ആയിരുന്നു കേട്ടോ. ലെഗ് പീസ് വേണ്ടാന്ന് പറയാൻ ഞാൻ വിട്ടുപോയിനി. സാരമില്ല അല്ലേ, ഇടയ്ക്കല്ലൊരു ചിക്കൻ്റെ കാലൊന്നും കഴിച്ചൊന്നും ആയി പോകുന്നില്ല അല്ലേ. വാഴയിലയിൽ ആ ബിരിയാണി അങ്ങോട്ട് തട്ടിയിട്ട് അത് ചിക്കൻ പീസും കൂടെ ചേർത്ത് വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അതൊരു ഒന്നൊന്നര ടേസ്റ്റാ പോ. പിന്നെ ആ ബിരിയാണീൻ്റെ സൈഡിലുണ്ടായി ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും തൈര് സലാഡെല്ലാം കൂട്ടിയിട്ട് ബിരിയാണിയുടെ കുഴച്ചാടെ വെച്ചേ. എന്നിട്ട് ആ കോയിൻ്റെ കാലില്ലേ അതിൻ്റെ അകത്തൊന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് അടിപൊളി ബിരിയാണി കേട്ടോ. ബിരിയാണി മാത്രമല്ലേ, ഇടയ്ക്കൊന്ന് കൈവെക്കാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് ചിക്കൻ ചുക്കിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചിക്കനും പിന്നെ അതിൻ്റെ കൂടെയുള്ള മസാലയെല്ലാം ലേശം കൂട്ടിയിട്ട് റൈസ് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണി ആസ്വദിച്ച് സമയമെടുത്ത് കഴിച്ചതിന് ശേഷമോ ഞാനൊന്ന് ചാലോട് DTDCയിലേക്ക് പോയി അത്യാവശ്യമായിട്ട് ഒരു കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൊറിയർ എടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ ഒരു സ്ഥിരം സ്പോട്ടുണ്ട് കുടിക്കുമട്ടേൻ്റെയോ ഏച്ചൂറിൻ്റെ ഇടയിൽ ഒരു അടിപൊളി ഇളനീർ ജ്യൂസ് കിട്ടുന്ന ഒരു സ്പോട്ട്. ആടെ വണ്ടി ഒന്ന് ചവിട്ടിയേ. എൻ്റെ അമ്മോ എന്തൊരു ചൂടല്ലേ ഇപ്പോൾ. വെള്ളം ഒന്ന് കുടിച്ചിട്ട് മതിയാവുന്നേയില്ല. അങ്ങനെ ഇവിടുന്ന് ഞാനൊരു ഇളനീർ ജ്യൂസ് ഓർഡർ ചെയ്ത്. അനക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇളനീർ ജ്യൂസാണ് എടുത്തത്. ഇവിടുന്ന് ഞാൻ എപ്പോഴും മധുരം ഇടാത്ത ഇളനീർ ജ്യൂസാണ് കുടിക്കാറ്. അത് കുടിക്കുമ്പോഴാണ് ഒരു ദാഹം മാറുന്ന പോലെ തോന്നാറ്. അങ്ങനെ 2 ഗ്ലാസ് ഇളനീർ ജ്യൂസ് ഒറ്റയടിക്ക് കുടിച്ചിന്. 60 രൂപയാണ് ഈ ഇളനീർ ജ്യൂസിൻ്റെ റേറ്റ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പോൾ സ്പോട്ട് കുടിക്കുമട്ടേൻ്റെയും ഏച്ചൂറിൻ്റെ ഇടയിൽ കനിക്കോട്ട് കാവിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് ഈ ഗോൾഡൻ ഇളനീർ ജ്യൂസ് സെൻ്ററാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഒന്ന് കണ്ണൂരേക്ക് പോയി. വാങ്ങിച്ച കൊറിയർ ഒരു സ്ഥലത്ത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ആടെ കൊടുത്ത് ആടുന്ന് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ഞാൻ നേരെ ഒന്ന് പയ്യാമ്പലം ബീച്ചിലേക്ക് വന്നേ. ഈടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബർഗർ കിട്ടുന്നൊരു സ്പോട്ടുണ്ട്, കെഫേ ഡാഡി എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് ഒരു സിമ്പിൾ ബർഗർ കഴിച്ചിട്ട് ഞാൻ തിരിച്ചിട്ട് എൻ്റെ റൂമിലേക്ക് പോയി കേട്ടാ. ദാ ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ചത്. ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ തോട്ടട ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇതിൻ്റെ പേര് ബീച്ച് വ്യൂ എന്നാണ്. ഇതൊരു ഹോം സ്റ്റേ എന്ന് വേണമെങ്കിലും പറയാം, ഗസ്റ്റ് ഹൗസ് എന്ന് പറയാം, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ പഴയൊരു വീടാണ്. അപ്പം അതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പം താമസിക്കാനുള്ളൊരു സംഭവം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു വീട്ടിൽ നിൽക്കുന്ന അതേ ഫീൽ ആയിരിക്കും. ഇതാണ് എൻ്റെ റൂമേ. ഇതാണ് ആ റൂമിലെ എൻ്റെ ബാത്റൂം. 2 പേർക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ ബാത്റൂം എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. 5 റൂമുണ്ട് കേട്ടോ ആ ബീച്ച് വ്യൂ എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസിൽ അല്ലെങ്കിൽ ഹോം സ്റ്റേയിൽ. അപ്പം ഞാൻ ബാഗെല്ലാം റൂമിൽ വെച്ചിട്ട് ഒരു ഷോർട്ട്സ് ഇട്ടിട്ട് ഞാനൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങി. പൊതുവേ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചധികം ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര തിരക്കുള്ള ബീച്ചൊന്നും എനിക്കെന്തോ അങ്ങനെ ഇഷ്ടമേ അല്ല. ചിലപ്പോൾ അതുകൊണ്ടാവാം ഈ ബീച്ചിനോട് എന്തോ എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതൽ. ഈ ബീച്ച് ഭയങ്കര ശാന്തമാട്ടാ. പിന്നെ അങ്ങനെ തിരക്കും ഉണ്ടാവില്ല. ഇനി തിരക്കുണ്ടായാൽ തന്നെ ആളുകൾക്കെല്ലാം ഒരു മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡാണ്. എസ്പെഷ്യലി നാട്ടുകാർക്ക്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ. പിന്നെ 1, 2 ആളുകളുണ്ട് കുറച്ച് കച്ചറക്കാർ. അതുകൊണ്ട് നിങ്ങളെന്തെങ്കിലും ഉടായിപ്പ് ഇറക്കുന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടും കളിക്ക് വിടാം. അല്ലാണ്ട് നമ്മളെപ്പോലെ ഒറ്റക്കെല്ലാം വന്നിരുന്നിട്ട് സമയം കളയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ബീച്ചാണ് ഇത്. പിന്നെ ഈ ബീച്ചിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ പുഴയുണ്ട്. പുഴയാണോ ബീച്ചാണോ കൂടുതൽ മനോഹരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ കുഴഞ്ഞു പോകും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ സീൻസാണ് ഇടാം. അങ്ങനെ കുറേ നേരം ആ ബീച്ചിലെല്ലാം ഇരുന്ന് ഓരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് കുറച്ച് ആ പുഴേൻ്റെ അയലൂട്ടിയെല്ലാം ഒന്ന് നടന്ന ശേഷം റൂമിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി കഴിയുമ്പോഴത്തേക്കും സമയം രാത്രി 8 മണിയായി. അതായത് ഡിന്നർ കഴിക്കാനുള്ള സമയമായി എന്ന് ചുരുക്കം. അപ്പോൾ ഈ ബീച്ച് വ്യൂവിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ഒരു ചെറിയ ഡൈനിങ് ഏരിയ ഉണ്ട്. അതായത് പാർട്ടിയെല്ലാം നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ആടെയാണ് ഇവർ അനക്ക് വേണ്ടിയിട്ട് ഡിന്നർ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. ഡിന്നറിന് ആട്ടപ്പൊറോട്ടയുണ്ട്, പിന്നെ തന്തൂരി റൊട്ടിയുണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, ചിക്കൻ കബാബ് ഉണ്ട്, ചിക്കൻ ടിക്കിയാന്ന് തോന്നുന്നു ആ കബാബ്. അപ്പോൾ ചിക്കൻ കബാബ് ഉണ്ട്, പിന്നെ ബീഫ് ഉണ്ട്, പിന്നെ വെജിറ്റേറിയൻ ആയിട്ട് ദാൽ ഫ്രൈ ഉണ്ട്, പിന്നെ ഒരു ഗ്രിൽഡ് ഫിഷും ഉണ്ട് കേട്ടോ. ഫിഷ് ആവോലിയ. അപ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ സ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ല അടിപൊളിയാക്കിയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് തരും കേട്ടോ. ആദ്യം തന്നെ ആ ഗ്രിൽഡ് ആവോലില്ലേ അതിൻ്റെ അകത്താണ് കേട്ടോ കൈവച്ചേ. വൈകുന്നേരം ബീച്ചിലെല്ലാം പോയിട്ട് നല്ല വിശപ്പുണ്ട് ഇപ്പോൾ. അങ്ങനെ ആവോലി കഴിച്ച് തുടങ്ങിയതിന് ശേഷം പിന്നെ ബട്ടർ ചിക്കനും ആട്ടപ്പൊറോട്ടയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് കുറച്ച് ആ ബട്ടർ ചിക്കൻ്റെ കറിയിൽ മുക്കിയിട്ട് കഴിച്ച്. എന്നിട്ട് ഈ ചിക്കൻ ടിക്കിയില്ലേ ഈ കബാബ് അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ടും കഴിച്ച് നോക്കി കേട്ടോ. ചിക്കൻ ടിക്കേൻ്റെ കബാബ് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ മസാല കുറച്ചും കൂടെ ഒന്നും കൂടെ ഒന്ന് കുക്കാവാനുണ്ടായിരുന്നു അകത്ത്. പക്ഷേ ചില ചിക്കൻ ടിക്കേൻ്റെ പീസ് കറക്റ്റായിട്ട് ആയിട്ടുണ്ടായിരുന്നു. 2 പീസിന് മാത്രമാണ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായത്. എന്നിട്ട് ബീഫ് കഴിച്ച് നോക്കി കേട്ടോ. അതൊരു രക്ഷയുണ്ടായിട്ടില്ല.
ദാൽ ഫ്രൈയും കിടിലനേനു. പിന്നെ തന്തൂരി റൊട്ടി ഉണ്ടല്ലോ, അതൊന്നും തീരെ കരിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഗ്രിൽ ഫിഷും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവസാനം കുറച്ച് സാലഡും കഴിച്ചിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഈ ബീച്ച് വ്യൂവിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഇരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കുറേ നേരം ഇങ്ങനെ കാലെല്ലാം നീട്ടി വെച്ച് അങ്ങനെ ഇരുന്ന് കേട്ടോ. കുറച്ച് നടക്കണമെന്ന് വിചാരിച്ചിന്, പിന്നെ നടക്കാനുള്ളൊരു മൂഡില്ല. പിന്നെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം ക്രിക്കറ്റ് ഗെയിം ഉണ്ടല്ലോ, അതും കളിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. ഇത് പിറ്റേ ദിവസം രാവിലത്തെ എൻ്റെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഡ്ഡലി ഉണ്ട്, പൂരിയുണ്ട്, വടയുണ്ട്, ബാജിക്കറിയുണ്ട്, പിന്നെ ചായയുണ്ട്. പിന്നെ ഇഡ്ഡലിക്കും വടേൻ്റെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് 2 ചട്നിയുണ്ട്, സാമ്പാറുമുണ്ട്. രാവിലെ ചായക്കെന്നാ വേണ്ടേന്ന് അവർ തലേ ദിവസം രാത്രി എന്നോട് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ കൊടുത്ത ലീസ്റ്റ് പ്രകാരമാണ് അവർ പിറ്റേ ദിവസം രാവിലെ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ 8:30ക്ക് മതിയെന്ന് പറഞ്ഞു. പക്ഷേ അവർ 8:20, 25 ആകുമ്പോഴത്തേക്ക് തന്നെ സംഭവം എല്ലാം ഡൈനിങ് ടേബിളിൽ അവിടെ സെറ്റാക്കിന് കേട്ടോ. ഈ വടയെല്ലാം അടിപൊളിയാനും പിന്നെ ഇഡ്ഡലി ഒരു രക്ഷയുണ്ടായിട്ടില്ല. പൂരി കുറച്ച് എണ്ണ കുടിച്ച പോലെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ബാജിക്കറിയിൽ എന്തെന്നാ മോനെ ടേസ്റ്റ്. ഈ തേങ്ങാ ചട്നി കുറച്ചും കൂടെ അവർക്ക് ഒപ്പിക്കാനും അവരെവിടുന്ന് വാങ്ങിച്ചായതുകൊണ്ട് ചട്നി ലേശം കുറഞ്ഞു പോയിന്. പക്ഷേ അത് പ്രശ്നമില്ല. ബാജി ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വടയും ഇഡ്ഡലിയെല്ലാം ഞാൻ നല്ലോണം ബാജിയിൽ മുക്കിയിട്ട് കുറച്ച് ചട്ടിയിൽ മുക്കിയിട്ടെല്ലാം കഴിച്ചിന്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിച്ച് തീർന്നേരം ഞാൻ അവിടുത്തെ കെയർ ടേക്കറോട് പറഞ്ഞ് ഒരു ചായയും കൂടെ കിട്ടുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഓ അതിനെന്നാന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ഗ്ലാസ് ചായ കൊണ്ട് തന്നു. ഞാൻ പക്ഷേ ഒരു ഗ്ലാസ് മാത്രമേ കുടിച്ചുള്ളൂ, മറ്റേത് മൂപ്പര് തന്നെ കുടിച്ചോന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ ചായയെല്ലാം കുടിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് ബീച്ചിലേക്ക് നടക്കാൻ ഇറങ്ങിയേ. ആരുമില്ല കേട്ടോ ബീച്ചിൽ, വെറും ഞാൻ ഒറ്റക്കാണ് ഈ ബീച്ചിലുണ്ടായത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ പ്രൈവറ്റ് ബീച്ച്. കുറേ നേരം ബീച്ചിലെല്ലാം കളിച്ച് വേഗം ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയായിരുന്നു. ഞാൻ വേഗം തിരിച്ച് ഓടിപ്പോയി ടോയ്ലറ്റിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് ആടുന്നൊരു 11 മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ ജില്ലയിൽ തോട്ടട ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ബീച്ച് വ്യൂ എന്ന് പറഞ്ഞ ഈ ഹോം സ്റ്റേ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ റിസോർട്ടോ എന്ത് വേണമെങ്കിലും വിളിക്കാം. വെറുതെ പറയുന്നേ അല്ലേ, ഞാനങ്ങനെ പറയലുമില്ല, ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമേ പറയുന്നത്. നല്ല അടിപൊളി സ്റ്റേയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ഒരു പാർട്ടി ഏരിയ ഉണ്ട്. അവിടെ ബർത്ത്ഡേ പാർട്ടിയോ ഹൽദിയോ എൻഗേജ്മെൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നടത്താനുള്ള സൗകര്യമുണ്ട്. ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് പിന്നെ ഇവിടുത്തെ വ്യൂവിനെ പറ്റിയൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ അല്ലേ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്